Hi guys, hope you all are doing great. Let's begin a new session. I'm Chesra from Happy English. Okay, so നമ്മൾ കഴിഞ്ഞ 2-3 ദിവസത്തിലായിട്ട് എന്ത് ടോപ്പിക് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്? ഒരു ഈസ്, ആം, ആർ എവിടെയൊക്കെ വരും, വാസ്, വെയർ എന്തിനൊക്കെ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ അതിനെക്കുറിച്ച് തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ അതിൽ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ചെയ്യാനും ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കാനും ഇനി ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്കൊരു കോളിംഗ് ആക്ടിവിറ്റി ഒക്കെ വേണ്ടേ, എല്ലാം ഒന്ന് സംസാരിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ആക്ടിവിറ്റീസ് ഇനിയും അതിൽ ബാക്കിയുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ചെറിയൊരു പാട്ടും കൂടെ നമ്മൾ നോക്കാത്ത ഒരു കാര്യം കൂടെ നോക്കാനാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ. അത് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവൻ ക്ലാസ്സിൽ ഉറങ്ങുകയാണ്, അവൻ ക്ലാസ്സിൽ ഉറങ്ങുകയാണ്. എങ്ങനെയാ പറയാ? ഹി ഈസ് സ്ലീപ്പിംഗ് ഇൻ ദി ക്ലാസ്. ഹി ഈസ് അവൻ എന്നാണ്, അപ്പൊ ഹി ആയിരിക്കും. ഹി ഈസ് സ്ലീപ്പിംഗ് ഇൻ ദി ക്ലാസ്. ഓക്കെ, ഇനി അവൻ ക്ലാസ്സിൽ ഉറങ്ങുകയല്ല എന്ന് പറയണമെങ്കിലോ എന്താ ചെയ്യണ്ടേ? ഈസിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ് ഇൻ ദി ക്ലാസ്. ഓക്കെ, ഹി ഈസ് സ്ലീപ്പിംഗ് ഇൻ ദി ക്ലാസ്. ഉറങ്ങുകയല്ല എന്ന് പറയണമെങ്കിൽ ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ് ഇൻ ദി ക്ലാസ്. ഇനി അവൻ ക്ലാസ്സിൽ ഉറങ്ങുകയായിരുന്നു എന്ന് പറയണമെങ്കിലോ ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ദി ക്ലാസ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ അല്ലെ. ഇനി ഒരു സെന്റൻസും കൂടെ പറഞ്ഞു നോക്കാം. യു ആർ ഫ്ലാറ്ററിങ് മീ. യു ആർ ഫ്ലാറ്ററിങ് മീ. ഫ്ലാറ്ററിങ് എന്ന് പറയുന്ന വാക്കിന് എന്താ അർത്ഥം എന്ന് വെച്ചാൽ മുഖസ്തുതി പറയുക. ഓക്കെ, ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ആളെ ഒന്ന് പുകഴ്ത്തി പറയുന്നത് മുഖസ്തുതി പറയുക എന്ന് പറയുന്നതാണ് ഫ്ലാറ്ററിങ്. ഓക്കെ, FLATTERING. ഓക്കെ, അപ്പോൾ യു ആർ ഫ്ലാറ്ററിങ് മീ, നീ എന്നെ മുഖസ്തുതി പറയുകയാണ്. ഇനിയിപ്പോൾ നീ എന്നെ മുഖസ്തുതി പറയുക അല്ല എന്ന് പറയണമെങ്കിലോ, നെഗറ്റീവ് ആക്കണമെങ്കിലോ യു ആർ നോട്ട് ഫ്ലാറ്ററിങ് മീ. യു ആർ നോട്ട് ഫ്ലാറ്ററിങ് മീ. ഇനി ഇതന്നെ മുൻപത്തെ കാര്യമായി പറയണമെങ്കിലോ, നീ എന്നെ മുഖസ്തുതി പറയുമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ തൊട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ അതാണ് പറഞ്ഞത്. ഒരു കാര്യം ആയിരുന്നു എന്നാക്കണമെങ്കിൽ അതിൽ ഈസാണോ, ഈസാണെങ്കിൽ മാറ്റി വാസ് ആക്കുക, ആറാണെങ്കിൽ മാറ്റി വെയർ ആക്കുക. ഇവിടെ എന്തായിരുന്നു? ആറായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഇനി യു വെയർ ഫ്ലാറ്ററിങ് മീ. ഓക്കെ, യു വെയർ ഫ്ലാറ്ററിങ് മീ. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് മുൻപത്തെ കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യം നമ്മൾ നോക്കിയത്, കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയതും അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തതുമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ ഉള്ളത് ജസ്റ്റ് ഒരു റീകോളിംഗ് ആയിരുന്നു കേട്ടോ. ഇന്ന് പുതിയതായിട്ട് നമ്മൾ എന്താ നോക്കുന്നത്? ആയിരുന്നു എന്ന് പറയാൻ വാസോ വേറോ കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആയിരുന്നില്ല എന്ന് പറയാൻ എന്തായിരിക്കും വേണ്ടി വരിക? നമുക്ക് നീ എന്നെ മുഖസ്തുതി പറയായിരുന്നില്ല, ഞാൻ ക്ലാസ്സിൽ ഉറങ്ങായിരുന്നില്ല, ഞാൻ ഫിലിം കാണുമായിരുന്നില്ല എന്നൊക്കെ പറയേണ്ടി വരില്ലേ? ആയിരുന്നില്ല എന്നാക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്നുള്ളതാണ്. അപ്പൊ അതിവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വാസ്, വെയർ എന്നുള്ളത് പറഞ്ഞതിന്റെ കൂടെ ഒരു വേർഡ് ആഡ് ചെയ്യുക. നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ളത് തന്നെയാണ്. ഈസ്, ആം, ആർ എന്നുള്ളതിന്റെ കൂടെ ആണ് എന്ന് പറയാൻ ഈസ്, ആം, ആർ പറഞ്ഞപ്പം അല്ലാന്നാക്കാൻ എന്താ ചെയ്തേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ വാക്കുകളുടെ കൂടെ നോട്ട് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാസ് പ്ലസ് നോട്ട്, വാസ് നോട്ട് എന്ന് പറയുക. ആ വാസ് നോട്ട് എന്നുള്ളതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് വാസന്റ് എന്ന് പറയും കേട്ടോ. WASNT അതാണ് സ്പെല്ലിങ്. എങ്ങനെയാ വായിക്കുക? വാസന്റ്. ഓക്കെ, അതുപോലെ തന്നെ വെയർ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്തിട്ട് വെയർ നോട്ട് എന്ന് പറഞ്ഞു. അതിനെയും ഷോർട്ട് ഫോം ഉണ്ട്, കോൺട്രാക്ട് ചെയ്തിട്ട് നമ്മൾ വെയറന്റ് എന്ന് പറയും. വെയറന്റ്. അപ്പോൾ വാസന്റും വെയറന്റും അല്ലെങ്കിൽ വാസ് നോട്ട് ആൻഡ് വെയർ നോട്ട്. ഇതാണ് നമ്മൾ ഒരു കാര്യം അല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആയിരുന്നില്ല, അല്ലായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നില്ല എന്ന് പറയുന്നത്. ആയിരുന്നു എന്ന് പറയാൻ വാസും വെയറും, അതായത് അത് പോസിറ്റീവാണ്. അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്, ആയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ? വാസ് നോട്ടും വെയർ നോട്ടും. ഓക്കെ ആണല്ലോ അല്ലെ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹി വാസ് പ്ലേയിങ് ചെസ്. ഹി വാസ് പ്ലേയിങ് ചെസ്. എന്താണ് അർത്ഥം? എന്തായിരിക്കും അതിന്? അവന് ചെസ് കളിക്കായിരുന്നു. അവൻ ചെസ് കളിക്കായിരുന്നു. ഹി വാസ് പ്ലേയിങ് ചെസ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എങ്ങനെ ആലോചിച്ച് നോക്കാം. അവൻ ചെസ് കളിക്കാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്ങനെയാ? അവൻ ചെസ് കളിക്കാണ്. ഹി ഈസ് പ്ലേയിങ് ചെസ് എന്നാണ് വരിക അല്ലെ. ഹി ഈസ് പ്ലേയിങ് ചെസ് ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ. ഇപ്പോഴത്തെ കാര്യത്തിൽ നെഗറ്റീവ് പറയണമെങ്കിലോ, അവൻ ചെസ് കളിക്കല്ല എന്ന് പറയണമെങ്കിലോ ഹി ഈസ് നോട്ട് പ്ലേയിങ് ചെസ്. അവൻ ചെസ് കളിക്കായിരുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹി വാസ് പ്ലേയിങ് ചെസ് എന്ന്. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചെന്താ? അതിന്റെ നാലാമത്തേതായിട്ട് ഒരു കാര്യം കൂടെ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തു, പഠിച്ചു. എന്താണ്? ആയിരുന്നില്ല എന്ന് പറയാൻ ആ വാസിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ അവൻ ചെസ് കളിക്കായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഹി വാസ് നോട്ട് പ്ലേയിങ് ചെസ്. ഓക്കെ അല്ലെ? ഹി വാസ് നോട്ട് പ്ലേയിങ് ചെസ്. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട് ഇവിടെ. They were enjoying the class. എന്താണ് അർത്ഥം? സോറി, they were enjoying the party എന്നാണ്. They were enjoying the party.
അവർ ആ പാർട്ടി നല്ല അടിപൊളിയായിട്ട് ആയിരുന്നു. ഇനിയിപ്പം അവർ ആഘോഷിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ they are enjoying the party. ആഘോഷിക്കല്ല എന്ന് പറയുകയാണെങ്കിൽ they are not enjoying the party. ആഘോഷിക്കായിരുന്നു എന്നാണെങ്കിലോ they were enjoying the party. ഇനിയിപ്പം അടുത്ത പുതിയതായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം കൂടെ ആഡ് ചെയ്യാം. അവർ പാർട്ടി എൻജോയ് അല്ലായിരുന്നു. എങ്ങനെയാ വരിക? അപ്പം they were not enjoying the party. Okay, so these two examples are clear. I think so. നമ്മൾ were എന്നുള്ളതിന്റെ കൂടെയും was എന്നുള്ളതിന്റെ കൂടെയും not ആഡ് ചെയ്തിട്ട് ആയിരുന്നു എന്നുള്ളൊരു കാര്യത്തിനെ ആയിരുന്നില്ല എന്നാക്കി മാറ്റി. അപ്പം ഇതിലിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത 2 എക്സാമ്പിൾസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത് കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ മുൻപ് പറഞ്ഞപ്പം ഈസിൻ്റെയും ഈസ് നോട്ടും എല്ലാം കൂടെയാണ് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയതാണ്. 2-3 ദിവസത്തെ ക്ലാസ്സുമായിട്ട് നമ്മൾ ക്ലിയർ ആക്കിയതാണ്. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ എക്സാമ്പിൾസ് മാത്രം പറഞ്ഞു നോക്കാം. നമുക്ക് കുറച്ചധികം സെൻറ്റൻസ് നോക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു പാസ്റ്റ് ടെൻസ്, അതായത് വാസും വേറും ഉപയോഗിക്കുന്ന ഭാഗം മാത്രമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം അതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അവൻ കളിക്കായിരുന്നു. എങ്ങനെയാ പറയാ? ഹി വാസ് പ്ലേയിങ്. ഓക്കെ, അപ്പം അത് നെഗറ്റീവ് ആക്കണമെങ്കിലോ, അവൻ കളിക്കല്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ ഹി വാസ് നോട്ട് പ്ലേയിങ്. അതാണ് നമ്മളിപ്പോൾ പഠിച്ച വാസ് കഴിഞ്ഞൊരു നോട്ട് ആഡ് ചെയ്യാനായിട്ട്. ഹി വാസ് നോട്ട് പ്ലേയിങ്. ഓക്കെ, ഇനി ഞാൻ വേദന അനുഭവിക്കായിരുന്നു. എങ്ങനെയായിരിക്കും? വേദന എന്നുള്ളതിന് എന്താ പറയുക നമ്മൾ? പെയിൻ. ഓക്കെ, പെയിൻ. അത് അനുഭവിക്കുക, ആ ഒരു വേദന, നമ്മൾ ആ ഒരു ഫീലിംഗിനാണ് നമ്മൾ സഫറിങ് പെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഐ വാസ് സഫറിങ് പെയിൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ, ആയിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഐ വാസ് നോട്ട് സഫറിങ് പെയിൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഒരു മൂന്നാമത്തെ ഒരു സെന്റൻസ് കൂടെ നോക്കാം. നമുക്കൊരു പേര് വെച്ച് പറഞ്ഞു നോക്കാം. അപ്പൊ എന്തായിരിക്കും വരിക? ജോൺ അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ റാം, എന്തെങ്കിലുമൊക്കെ ഒരു പേര്. നിങ്ങളുടെ പേര് അവിടെ ആലോചിച്ചോളൂ. ആ പേരിൽ അവനൊരു പുസ്തകപ്പുഴുവാണ്. ഓക്കെ, ആ പേരുള്ള ഒരാൾ ഒരു പുസ്തകപ്പുഴുവാണ് എന്ന് പറയാം. നല്ലപോലെ പഠിക്കുന്ന ആ ഒരാളെ നമ്മൾ അങ്ങനെ പറയാം അല്ലെ? അപ്പൊ അതിന് ഇംഗ്ലീഷിൽ എന്താ വേർഡ് എന്ന് വെച്ചാൽ ബുക്ക് വാം എന്നാണ് കേട്ടോ. ബുക്ക് വാം. അപ്പൊ നമുക്ക് രാഹുൽ വാസ് എ ബുക്ക് വാം എന്ന് പറയാം. ഇനി ആയിരുന്നില്ല എന്ന് പറയണമെങ്കിലോ, രാഹുൽ ഒരു ബുക്ക് വാം ആയിരുന്നില്ല എന്ന് പറയണമെങ്കിലോ ആ വാസ് കഴിഞ്ഞ് ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. രാഹുൽ വാസ് നോട്ട് എ ബുക്ക് വാം. ഓക്കെ, ഇനി അവര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യായിരുന്നു. ഇവിടെ അവര് എന്നാണ്, അതായത് ദേ എന്നാണ്. അപ്പം കൂടെ വാസായിരിക്കോ വേറായിരിക്കോ? പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. വേറായിരിക്കും വരിക അല്ലെ? ദേ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ അല്ല, പ്ലൂറൽ ആണ്, സിംഗുലർ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ വേറായിരിക്കും വരിക. അവർ, ഞാൻ എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? അവര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ? അപ്പൊ they were attending the meeting. ഇനി അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയല്ലായിരുന്നു. ഇതിന്റെ തന്നെ നെഗറ്റീവ് ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വേറെ കഴിഞ്ഞ് നോട്ട് കൊടുക്കുക. they were not attending the meeting. ഇതിനെ നമുക്ക് വേറെ രീതിയിലും പറയാൻ പറ്റും. they weren't attending the meeting എന്ന് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ് ഞാൻ കളിക്കുകയാണെന്ന് പറഞ്ഞപ്പം ഐ വാസ് പ്ലേയിങ്, കളിക്കല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴോ ഐ വാസ് നോട്ട്. ആ വാസ് നോട്ട് എന്നുള്ളതിന് നമുക്ക് ഐ വാസന്റ് പ്ലേയിങ് എന്നും പറയാം. അത് ഓർക്കണേ. വാസന്റ് കേൾക്കുമ്പോൾ ഇനി ഇതൊന്നും അല്ല, വേറൊരു വേർഡ് ആണെന്ന് ആലോചിക്കരുത്. വാസന്റ് എന്നുള്ളതും വേറന്റ് എന്നുള്ളതും ഇവിടെ ഈ പറഞ്ഞ വാസ് നോട്ട്, വേർ നോട്ട് എന്നുള്ളതിന്റെ കോൺട്രാക്റ്റഡ് ഫോംസ് ആണ്. അതിനെ ഒന്ന് ചെറുതാക്കി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ they were not attending the meeting. ഓക്കെ, പിന്നെ അവര് പാട്ട് കേൾക്കുമായിരുന്നു. they were listening the song. ഓക്കെ, they were listening the song. അപ്പം നമ്മളത് കേൾക്കല്ലായിരുന്നു എന്നാക്കണമെങ്കിൽ അവര് പാട്ട് കേൾക്കല്ലായിരുന്നു അല്ലെങ്കിൽ മ്യൂസിക് ലിസൺ ചെയ്യല്ലായിരുന്നു എന്നാക്കണമെങ്കിൽ they weren't listening the music. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പറയാം ഞങ്ങൾ ഫിലിം കാണുമായിരുന്നു. ഞങ്ങൾ തിയേറ്ററിൽ ഫിലിം കാണുമായിരുന്നു. we were watching a movie from the theater. ഓക്കെ, we were watching a movie in the theater എന്ന് പറഞ്ഞാൽ മതി, തിയേറ്ററിൽ എന്ന് പറയാൻ. we were watching TV. we were എന്നായിരുന്നു, ഞങ്ങൾ കാണുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് we were watching. ഇനി ഞങ്ങൾ വാച്ചിങ് അല്ലായിരുന്നു, ഞങ്ങൾ കാണുകയല്ലായിരുന്നു എന്നാണെങ്കിൽ we weren't watching the TV. ഓക്കെ, ഇനിയിപ്പം വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവള് മാംഗോ കഴിക്കായിരുന്നു. അവൾ ഷീ, ഇപ്പൊ ഏതായിരിക്കും കൂടെ? ഷി വാസ് ഹാവിങ് മാംഗോ. നെഗറ്റീവ് പറയണമെങ്കിൽ ഷി വാസ് നോട്ട് ഹാവിങ് മാംഗോ. സോ ഐ തിങ്ക് നമ്മൾ ഒരുപാട് സെന്റൻസ് ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ കുറച്ച് സെന്റൻസ് ഫൈൻഡ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ, ഇതിന് മുൻപ് നമ്മൾ പഠിച്ചൊരു ക്ലാസ്സിൽ
കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 5 സെന്റൻസസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അത് ഈസു മാമുമാരൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. അതിൽ നിങ്ങൾ ചെയ്ത ആ സെന്റൻസുകൾ തന്നെ ആ ഒരു 5 അറ്റ്ലീസ്റ്റ് 5 നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എടുത്ത സെന്റൻസുകളുടെ ഒക്കെ പാസ്റ്റിലേക്ക് കൊണ്ടുവരിക. അത് നമ്മൾ ഈസ് ഉപയോഗിച്ചാൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പാസ്റ്റ് ആക്കുക. അതുപോലെ തന്നെ പാസ്റ്റിലെ നെഗറ്റീവും കൂടെ ആക്കുക. ഷി വാസ് ഹാപ്പി എന്നാണെങ്കിൽ ഷി വാസ് നോട്ട് ഹാപ്പി. അതുപോലെ നമ്മൾ എന്തൊക്കെയാണോ അവിടെ എടുത്ത സെന്റൻസ് ആ സെന്റൻസുകൾ നെഗറ്റീവ് ആക്കുക, ഫാസ്റ്റ് ആക്കുക, നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി. ഓക്കെ ആണല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ മുൻപ് എടുത്ത സെന്റൻസുകൾ തന്നെ മാറ്റുമ്പം അതിൽ വരുന്ന ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അതിന് വേണ്ടിയാണ് ആ സെന്റൻസുകൾ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞത്. കൂടെ നിങ്ങൾക്ക് വേറെ 2-3 എക്സ്ട്രാ സെന്റൻസ് ഫൈൻഡ് ചെയ്യാം. അത് നമുക്ക് എത്രത്തോളം പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ അതിനെ സംബന്ധിച്ചായിരിക്കും അല്ലെ നമ്മൾ വേറെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തായാലും മുൻപത്തെ വർക്കിന്റെ എടുത്ത് ചെയ്ത് നോക്കുക. അത് ഇവിടുത്തെ ആക്ടിവിറ്റിയാണ്. അതിന്റെ കൂടെ വേറെ കുറച്ച് സെന്റൻസുകളും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പം ഒരു പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും പറയുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കി. ഇനി നമുക്കതിൽ എന്താ വിട്ടുപോയിട്ടുള്ളത് നമ്മൾ നോക്കാൻ. ബാക്കിയുള്ള എന്താണ് നമുക്കറിയാം, മുൻപത്തെ ക്ലാസ്സിലെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും കഴിഞ്ഞതിന് ശേഷം അത് വെച്ച് എങ്ങനെയാ ഒരു ചോദ്യം ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആക്കുന്നത് എങ്ങനെയാന്നുള്ളതും കൂടെ നമുക്ക് നോക്കാനുണ്ട് അല്ലെ? ആ ഒരു ഭാഗം കൂടെ ഇനി ഇതിൽ ബാക്കിയുള്ളൂ. നമുക്ക് അതുകൂടെ ക്ലിയർ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിൽ ആ ഒരു എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താ എഴുതിയിട്ടുള്ളത്? വേർ യു ഫീലിംഗ് ടയേർഡ്. വേർ യു ഫീലിംഗ് ടയേർഡ് എന്താണ് അതിന്റെ അർത്ഥം? എന്തായിരിക്കും? ടയേർഡ് മീൻസ് ക്ഷീണം അല്ലെ? അപ്പൊ വേർ യു ഫീലിംഗ് ടയേർഡ് എന്ന് ചോദിച്ചാൽ നിനക്ക് ക്ഷീണം തോന്നുന്നുണ്ടോ, ഉണ്ടായിരുന്നോന്ന്. ഓക്കെ, നിനക്ക് ക്ഷീണം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ യു ഫീലിംഗ് ടയേർഡ്. ഓക്കെ, അത് നമ്മളിപ്പം യു വേർ ഫീലിംഗ് ടയേർഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് ടയേർഡ് ഉണ്ടായിരുന്നു, നിനക്ക് ക്ഷീണം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പം അതിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വേറിന്റെയും യു അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടു. അതിന്റെ സ്ഥലം മാറ്റുക എന്നല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. മുൻപ് നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ ആക്കിയത് അല്ലെ? അപ്പൊ ആ രീതിക്ക് തന്നെ വേർ യു ഫീലിംഗ് ടയേർഡ്, ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കായിരുന്നു എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അങ്ങനെയല്ലേ പറയാം നമ്മൾ? അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയും. പഠിപ്പിക്കായിരുന്നില്ല എന്ന് പറയണമെങ്കിലോ നെഗറ്റീവ് ആയിട്ട് ഹി വാസ് നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കായിരുന്നോ എന്നാണെങ്കിൽ എന്തായിരിക്കും? വാസ് ഹി ടീച്ചിങ് ഇംഗ്ലീഷ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് സെക്കൻഡ് എക്സാമ്പിൾ ആയിട്ട്. വാസ് ഹി ടീച്ചിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കായിരുന്നോ എന്ന്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ മറ്റേ ആ സെന്റൻസ് എന്താന്നുള്ളതും കൂടെ മനസ്സിലാവുന്നുണ്ട് അല്ലെ? വാസ് ഹി ടീച്ചിങ് ഇംഗ്ലീഷ് മീൻസ് അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അവര് കോളേജിലേക്ക് വരുമായിരുന്നു എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? ദേ വേർ കമ്മിങ് ടു കോളേജ്. അവർ കോളേജിലേക്ക് വരുമായിരുന്നു. ദേ വേർ കമ്മിങ് ടു കോളേജ്. അവര് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണ്? വേർ ദേ കമ്മിങ് ടു കോളേജ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? എന്തായിരിക്കും? മൂന്നാമത്തെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വേർ ദേ കമ്മിങ് ടു കോളേജ് എന്ന്. അപ്പം അതിന്റെ മീനിങ് എന്തായിരിക്കും? അവര് കോളേജിലേക്ക് വരുമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അവര് കോളേജിലേക്ക് വരുമായിരുന്നോ. ഓക്കെ, മൂന്ന് എക്സാമ്പിൾസ് ക്ലിയർ ആയി അല്ലെ? ഫോർത്ത് വൺ, അവൻ മാർക്കറ്റിലേക്ക് പോവായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഹി വാസ് ഗോയിങ് ടു മാർക്കറ്റ്. ഹി വാസ് ഗോയിങ് ടു മാർക്കറ്റ്. അപ്പം അവൻ മാർക്കറ്റിലേക്ക് പോവല്ലായിരുന്നു എന്ന് പറയണമെങ്കിലോ നെഗറ്റീവും കൂടെ ഇടയിലൊന്ന് ഓർക്കണേ. ഹി വാസ് നോട്ട് ഗോയിങ് ടു മാർക്കറ്റ്. ഇനി നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അവൻ മാർക്കറ്റിലേക്ക് പോവായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ വാസ് ഹി ഗോയിങ് ടു മാർക്കറ്റ് എന്നായിരിക്കും. ഇനി അടുത്തതോ ലാസ്റ്റ് എക്സാമ്പിൾ നമ്മളൊരു പേര് വെച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്. ഒരു പേരാണെങ്കിലും അതിന്റെ കൂടെ വാസ് ആയിരിക്കും നമുക്ക് അറിയാലോ അല്ലെ? ജെസ്സി ടീച്ചർ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ ജെസ്സി വാസ് എ ടീച്ചർ. ഓക്കെ, ജെസ്സി ആർട്ടിസ്റ്റ് ആയിരുന്നു, ജെസ്സി വാസ് എൻ ആർട്ടിസ്റ്റ്. ജെസ്സി നീന്തുമായിരുന്നു, ജെസ്സി വാസ് സ്വിമ്മിങ്. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ജെസ്സി ന്യൂസ് പേപ്പർ വായിക്കായിരുന്നു എന്ന് പറയണമെങ്കിലോ ജെസ്സി വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഇവിടെ നമുക്കതൊരു ചോദ്യം ആക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കായിരുന്നോ എന്നുള്ള രീതിക്കാണ് എഴുതിയിട്ടുള്ളത് വാസ് ജെസ്സി റീഡിങ് ന്യൂസ് പേപ്പർ. അപ്പം ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം എന്താ മാറ്റം വരുത്തണ്ടേ എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ? ആ ഒരു സെന്റൻസിൽ പറഞ്ഞിട്ടുള്ള ആ സബ്ജക്റ്റും ഈ ഒരു വാസോ വേറോ ഉണ്ടല്ലോ ആ ഒരു പേരും അതുപോലെ തന്നെ ഈ ഒരു വാസോ വേറോ എന്താ കൊടുത്തിട്ടുള്ളത് അത് മുൻപിലേക്ക് എടുക്കുക. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അതിലേക്ക് പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്യാനില്ല.
പിന്നെ നമ്മൾ മുൻപത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വേറൊരു രീതിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുണ്ട്, അറിയാലോ അല്ലെ. നമ്മൾ ആ ഒരു സെന്റൻസിൽ ഒരു മാറ്റവും വരുത്താതെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഹി വാസ് ഗോയിങ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവന് മാർക്കറ്റിലേക്ക് പോവായിരുന്നു. അത് തന്നെ ആ ഒരു സെന്റൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എങ്ങനെ? അതിനൊരു ക്വസ്റ്റ്യന്റെ ടോൺ കൊടുത്തിട്ട് ഹി വാസ് ഗോയിങ് ടു മാർക്കറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ പോലെ അതിനെ ആക്കാൻ പറ്റും. പക്ഷെ അതല്ലാണ്ട് ശരിക്കൊരു ക്വസ്റ്റ്യന്റെ മീനിങ് കിട്ടുക ഇങ്ങനെ ആക്കുമ്പോഴാണ് വാസ് ഹി ഗോയിങ് ടു മാർക്കറ്റ്. ഇവിടെ എല്ലാം കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ചോദ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചോദിക്കുമ്പോൾ ആ ഒരു ട്യൂണിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് വാസ് ഈ ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തിലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം നെഗറ്റീവായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അവൻ കളിക്കായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഹി വാസ് നോട്ട് പ്ലേയിങ് എന്ന് പറയുമല്ലോ. അപ്പം അത് നമ്മൾ കളിക്കായിരുന്നില്ലേ എന്നുള്ള രീതിക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വാസന്റ് ഹി പ്ലേയിങ്. നമ്മൾ ഈ വാസ് മാത്രം, അതായത് പോസിറ്റീവ് മാത്രം തുടക്കത്തിൽ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല, രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് മുൻപ് പറഞ്ഞതാണ്. അപ്പം ആ രീതിക്ക് വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഇനി എന്ത് മാറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താൻ അറിയാം. നമ്മൾ ഒരുപാടായി ഇത് തന്നെ നോക്കുന്നത്. അപ്പം വാസന്റ് ഹി പ്ലേയിങ്, wasn't Jessie reading newspaper, weren't they coming to the college, or wasn't he teaching English, weren't they feeling tired. അങ്ങനെ ആ ഫസ്റ്റിലെ വാക്ക് മാത്രം ഒന്ന് ആ നെഗറ്റീവ് weren't wasn't ആക്കി കൊടുത്താൽ നെഗറ്റീവിലുള്ള ചോദ്യമായി. എന്താ അർത്ഥത്തിൽ മാറ്റം എങ്ങനെയാ? അവർ ഇംഗ്ലീഷ് വായിക്കായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വാസ് കൊടുത്തു. വായിക്കായിരുന്നില്ലേ, ഇല്ലേ, ആ ഒരു നെഗറ്റീവിന്റെ ടോണിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സെന്റൻസ് നെഗറ്റീവ് വേറെന്റ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം കൂടെ നമുക്ക് വരുത്താൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് അറിയുന്നത് തന്നെയാണ്, അതവിടെ എഴുതിയിട്ടില്ല നമുക്ക്, പക്ഷെ അറിയാലോ അല്ലെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാൻ പറ്റുക? അവള് ഒരു പൂ മണത്ത് നോക്കുമായിരുന്നു, സ്മെൽ ചെയ്ത് നോക്കുമായിരുന്നു. എങ്ങനെയാ പറയാ? അവൾ എന്നാണ്. ഷി വാസ് സ്മെല്ലിങ് എ ഫ്ലവർ. ഷി വാസ് സ്മെല്ലിങ് എ ഫ്ലവർ. ഓക്കെ, അപ്പം അതല്ല നെഗറ്റീവ് ആക്കണമെങ്കിൽ ഷി വാസ് നോട്ട് സ്മെല്ലിങ് എ ഫ്ലവർ. ഷി വാസ് നോട്ട് സ്മെല്ലിങ് എ ഫ്ലവർ. ഇനി അവൾ മണത്ത് നോക്കുമായിരുന്നോ ചോദ്യമാക്കണമെങ്കിൽ വാസ് ഷീ സ്മെല്ലിങ് എ ഫ്ലവർ. ഓക്കെ, ഇനി ഡ്രൈവർ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. ഡ്രൈവർ വാസ് സ്ലീപ്പിംഗ് ഇൻ ദി വെഹിക്കിൾ. ഡ്രൈവർ വാസ് സ്ലീപ്പിംഗ് ഇൻ ദി വെഹിക്കിൾ. നെഗറ്റീവ് പറയണമെങ്കിൽ ഡ്രൈവർ വാസ് നോട്ട് സ്ലീപ്പിംഗ് ഇൻ ദി വെഹിക്കിൾ. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ, രണ്ട് രീതിക്കുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു നോക്കാം. എങ്ങനെയായിരിക്കും? വാസ് ദി ഡ്രൈവർ സ്ലീപ്പിംഗ് ഇൻ ദി വെഹിക്കിൾ ആൻഡ് വാസന്റ് ഡ്രൈവർ സ്ലീപ്പിംഗ് ഇൻ ദി വെഹിക്കിൾ. അപ്പം എന്താ അർത്ഥം? ഡ്രൈവർ ഉറങ്ങായിരുന്നോന്നും ഉറങ്ങായിരുന്നില്ലേന്നും ആ രണ്ട് രീതിക്കുള്ള അർത്ഥം നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമം സെന്റൻസ് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഓൺ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി നമ്മൾ നിങ്ങളുടെ വകയായിട്ട് കുറച്ച് സെന്റൻസ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ നമ്മുടെ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റിയും കൂടെ വേണമല്ലോ അല്ലെ. അതിൽ കുറച്ച് സെന്റൻസ് നമ്മൾ തരുന്നുണ്ട്, അതുകൂടെ ചെയ്ത് നോക്കുക. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ആക്ടിവിറ്റി എന്താ, ഇതിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആക്ടിവിറ്റി പാർട്ടിലേക്ക് കടക്കാം. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ഓരോ സെന്റൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, പക്ഷെ അതെല്ലാം വായിച്ചു വരുമ്പം ഒരു കണക്ഷൻ ഉള്ള സെന്റൻസസ് ആണ്. ലാസ്റ്റ് ഒരു കഥയായിട്ട് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സെന്റൻസുകളാണ്. 10 സെന്റൻസ് ആയി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒരു കണക്ഷൻ ഉള്ളതാണ്. അപ്പം അത് മലയാളത്തിൽ തന്നിട്ടുള്ള ഈ സെന്റൻസുകൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇംഗ്ലീഷിലേക്ക് നമ്മളത് മാറ്റിയിട്ട് പിന്നെ വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യും കൂടെ വേണം. അപ്പം അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വർക്കും അതുപോലെ വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യും വേണം. അപ്പോൾ ആദ്യം നിങ്ങളിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൽ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പിന്നെ അതൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം. ഓക്കെ, എല്ലാ തെറ്റുകളും തിരുത്തിയതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കണം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഈ പറഞ്ഞിട്ടുള്ള കാര്യം നല്ലപോലെ വായിച്ചു നോക്കുക. എല്ലാം ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചിട്ട് പിന്നെ ഓരോന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ വാസും വാസ് നോട്ടും വേറും വേർ നോട്ടും വേറിൻ്റെ ഒക്കെ വരുന്ന പോലത്തെ സെന്റൻസുകൾ ആയിരിക്കും. അപ്പൊ ഏതാ വരിക? അവൾ എന്നാണോ അവൻ എന്നാണോ അവർ എന്നാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന്റെ ശേഷം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക, ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ നോക്കുക, എന്നിട്ട് ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ മിസ്റ്റേക്സ് ഇനിയും ഇത്രയും ശ്രദ്ധിച്ചിട്ടും മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ട്രെയിനർ പറഞ്ഞു തരുമ്പം അതും മാറ്റിയിട്ട് ലാസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇതിൽ ഫസ്റ്റ് മുതൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് അവർ കാറിൽ ഗ്രൗണ്ടിലേക്ക് വരികയായിരുന്നു. അവർ കാറിൽ ഗ്രൗണ്ടിലേക്ക് വരികയായിരുന്നു. പിന്നെ രാഹുൽ കാർ ഓടിക്കുകയായിരുന്നു. രാഹുൽ കാർ ഓടിക്കുകയായിരുന്നു. അവന്റെ സുഹൃത്തുക്കൾ പാട്ട് പാടുകയായിരുന്നു.
അവന്റെ സുഹൃത്തുക്കൾ പാട്ട് പാടുകയായിരുന്നു. ഇത്രയും കണക്ഷൻ ഉള്ള സെന്റൻസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പം ഇതില് അവന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വാസാണോ വേറാണോ, അങ്ങനെ ഓരോന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് എന്താ പറയുന്നേ? അവർ രാഹുലിനോട് സംസാരിക്കുകയല്ലായിരുന്നു. കൃത്യമായിട്ട് വായിക്കണേ. അവർ രാഹുലിനോട് സംസാരിക്കുകയല്ലായിരുന്നു. റഷീദ് രാഹുലിനെ ഫോണിൽ വിളിച്ചു. റഷീദ് രാഹുലിനെ ഫോണിൽ വിളിച്ചു. പക്ഷേ രാഹുൽ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. റഷീദിന്റെ പിതാവ് പറഞ്ഞു, നീ വാഹനം വേഗത്തിൽ ഓടിക്കരുത്. റഷീദ് ഒരു ഓട്ടോ ഡ്രൈവർ ആണ്. ഓക്കെ, അപ്പം എല്ലാം വാസാണോ വേറാണോ ഏതൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിലേക്ക് മാറ്റിയതിന് ശേഷം ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ പിന്നെ മിസ്റ്റേക്സ് ഉണ്ടാവില്ല. നമുക്ക് ഈ ഭാഗം ഇപ്പോൾ ക്ലിയർ ആണ്. അതിൽ നിന്ന് എങ്ങനെ ഇനി ക്വസ്റ്റ്യൻ വന്നാലും എന്ത് സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റും, ഉറപ്പാണത്. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളെ വോയിസും കൂടെ തെറ്റാവണ്ടല്ലോ. ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ വോയിസ് തെറ്റാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ട്രെയിനർക്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ നമ്മളൊരു വോയിസ് ആയിട്ടും കൂടെ റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. ടേക്ക് കെയർ.